അങ്ങനെ ദേ ഒരു കുളിയൊക്കെ പാസ്സാക്കി നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ കൂരിക്കറി വെക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ അടിച്ച് പോയെങ്കിലും കൂരിക്കറി വെക്കാനായിട്ട് പറ്റില്ല ട്ടാ. മീനൊക്കെ വെട്ടിത്തേച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചേ. അപ്പൊ സാരമില്ല ട്ടാ. ഇന്നിപ്പോ കുറച്ച് എളുപ്പമായി പണി. കൂരി വെട്ടിത്തേച്ച് കഴിയണ ബുദ്ധിമുട്ട് അറിയാല്ല. കൈയും കാലും ഒക്കെ പൊട്ടു. കാല് പൊട്ടില്ല, കൈയൊക്കെ മൊത്തവും പൊട്ടി കേട്ടോ എന്റെ. അപ്പൊ നമുക്ക് അതിനെ കറിയാക്കാം. ഞാനിന്ന് തേങ്ങയും മുളകും അരച്ചിട്ടാണ് കറി വെക്കണത്. മുളക് പൊടി കൂടുതലിടും, തേങ്ങ കുറച്ചേ എടുക്കുള്ളൂ. കൂരിക്കറിക്കും കേരക്കറിക്കും ഞാൻ ഇതേപോലെയാണ് എപ്പോഴും തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കുന്നത്. കാരണം ഇച്ചിരി കോളം തേങ്ങ എടുക്കും, പിന്നെ മുളക് പൊടി ഇച്ചിരി അധികം എടുക്കും കേട്ടോ. കാരണം ഈ മീൻ കറിക്കൊക്കെ ഇച്ചിരി എരിവ് മുന്തി നിൽക്കണതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പൊ അതേ ചാറക്കടപ്പത്താക്കിയിട്ട് കോവയ്ക്കുള്ളത് കുനുകുനാന്ന് പറഞ്ഞ് കട്ട് ചെയ്തെടുത്ത് അപ്പൊ ചാറൊക്കെ തിളച്ചപ്പോഴത്തേക്ക് മീനിട്ട് കൊടുക്കുന്നുണ്ട്. ദേ കൂരിയുടെ മുട്ട, ഒരു കൂരിക്ക് മാത്രമേ മുട്ട ഉണ്ടായിരുന്നുള്ളൂ, മുട്ട കൂരി. ബാക്കി എല്ലാം മുട്ടയില്ലാത്ത കൂരിയായിരുന്നു. അപ്പൊ മീൻകറി അടക്കിടന്ന് തിളക്കട്ടെ. അന്നേരം കൊണ്ട് എന്റെ ചോറ് വെന്താൻ നോക്കിയതാണ് കേട്ടോ. റേഷനരി ആയതുകൊണ്ടിട്ടേ ഇടക്കിടക്ക് വന്ന് എത്തി നോക്കണം, ഇല്ലെന്നാണെങ്കിൽ ബ്ലാങ്ങ പോലെ ഇരിക്കും. അപ്പൊ ഞാൻ റേഷനരി അടക്കണ സമയത്തില്ലേ കുറച്ച് പച്ചവെള്ളം കൂടെ ചേർക്കും കേട്ടോ, അല്ലെങ്കിൽ പശ കെട്ടുമെന്ന് കരുതിയിട്ട്. അപ്പൊ ചോറൊക്കെ ചരിച്ചിട്ടിട്ട് വേഗം തന്നെ കോവയ്ക്ക് അടുപ്പത്ത് കയറ്റി, പിന്നെ അതിനിടക്ക് ഇത്തിരി ഉണക്ക ചെമ്മീനും തലയോട് കൂടി എന്നിട്ട് എടുത്തേക്കണത് തേങ്ങയും കൂടെ അതൊരു ചമ്മന്തി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കണ്ട വെക്കം തന്നെ ചോറ് കഴിക്കട്ടെ. അപ്പൊ തലേ ദിവസം ഇച്ചിരി മുള്ളൻ കറി ഉണ്ടായി, പിന്നെ കൂരിക്കറി, ചമ്മന്തി, കോവയ്ക്ക.